CUET UG എൻട്രൻസ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻസ് ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകൾ, സംസ്ഥാന സർവകലാശാലകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് നടക്കുന്ന നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷനാണ് CUET UG അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. +2-ന് 50% മാർക്കുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിലേക്ക് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 583 കോഴ്സുകളിലേക്കാണ് CUET UG വഴി അഡ്മിഷൻ എടുക്കുന്നത്. എങ്ങനെയാണ് CUET UG എൻട്രൻസ് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? നമുക്കൊന്ന് നോക്കാം. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ CUET UG രജിസ്ട്രേഷന് ആദ്യമായിട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സുകൾ അല്ലെങ്കിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത കോപ്പികളായിട്ട് ഒന്ന് JPG ഫോർമാറ്റിലോ അല്ലെങ്കിൽ PDF ഫോർമാറ്റിലോ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, എടുത്തു വെക്കേണ്ടതാണ്. അതിൽ നിങ്ങളുടെ ഫോട്ടോസ്, ലേറ്റസ്റ്റ് ഫോട്ടോസ് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തിട്ട് സ്കാൻഡ് കോപ്പിയാണ് എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അത് നിങ്ങളൊരു ഫോൾഡറിലാക്കി ഓൾറെഡി നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വഴിയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം വഴി, മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം പറഞ്ഞ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. അതിൽ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് 50 മുതൽ 200 KB വരെ നമുക്ക് സൈസ് വയ്ക്കാം. അതുപോലെ സിഗ്നേച്ചർ ആണെങ്കിൽ 10 മുതൽ 50 KB വരെ സൈസിലായിട്ടാണ് സിഗ്നേച്ചറും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് ഗൂഗിളിൽ കയറി നിങ്ങൾ CUET.NTA.NIC.in 2025 എന്നുള്ള സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ സൈറ്റിലേക്ക് പോവുകയും UGയിലെ കാൻഡിഡേറ്റ് ആക്ടിവിറ്റിയിൽ CUET UG 2025 രജിസ്ട്രേഷൻ എന്നുള്ള റിപ്പോർട്ടിൽ ഓപ്പൺ ആയിട്ട് കാണാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയി വരും. പബ്ലിക് എക്സാമിനേഷൻ്റെ ഇതിൽ നിങ്ങൾക്ക് 3 സ്റ്റെപ്പ് ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള രീതിയിൽ കാണിക്കാം. ഒന്ന്, അതിൻ്റെ ഇൻഫർമേഷൻസ് ബുള്ളറ്റിംഗ് എടുത്ത് വായിച്ചു നോക്കുക, കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. രണ്ടാമത്, ന്യൂ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റിനുള്ളതാണ്. മൂന്നാമത്, ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ചെയ്യണം, ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതുപോലുള്ള ലോഗിൻ ഓപ്ഷൻസിലും ഉണ്ടത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പോകേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പോയി ന്യൂ രജിസ്ട്രേഷനാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ വരും. ഇതിൽ ആദ്യം എക്സാമിനേഷൻ ഫീസ് നമ്മൾ ജനറൽ കാൻഡിഡേറ്റിന് മിനിമം 3 പേപ്പേഴ്സ് എഴുതുന്നതിന് 1000 റുപ്പീസും പിന്നീട് എഴുതുന്ന ഓരോ അഡീഷണൽ സബ്ജക്റ്റിന് 400 ഈച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 5 വിഷയം എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് 1800 രൂപയാണ് ഫീസ് വരിക. OBC SC ST വിദ്യാർത്ഥികൾക്ക്, OBC വിദ്യാർത്ഥികൾക്ക് 3 വിഷയങ്ങൾക്ക് 900 രൂപയും പിന്നീട് എഴുതുന്ന ഓരോ അഡീഷണൽ സബ്ജക്റ്റിന് 375 രൂപ വെച്ചിട്ടാണ് ഫീസ് വരിക. SC ST വിദ്യാർത്ഥികൾക്ക് 800 രൂപയാണ് നോർമൽ ഫീസ് വരുന്നത് 3 സബ്ജക്റ്റിന്. പിന്നീട് വരുന്ന ഓരോ പേപ്പറിന് 350 രൂപ വെച്ചിട്ടാണ് ഫീസ് വരിക. സെൻറ്റർ ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 4500 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത് 3 സബ്ജക്റ്റിന്. പിന്നീട് ഓരോ സബ്ജക്റ്റിനും 1800 രൂപ വെച്ചിട്ടാണ് വരിക. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ആപ്ലിക്കേഷൻ ഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസിൻ്റെ സൈസും കാര്യങ്ങളും പറയുന്നുണ്ട്. 10 KB മുതൽ 200 KB വരെയാണ് അതിൻ്റെ സൈസ് വേണ്ടത്. ഒപ്പം 80% നിങ്ങളുടെ ഫേസ് ക്ലിയർ ആയിരിക്കണം, മാസ്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ സിഗ്നേച്ചർ ആണെങ്കിലും 10 മുതൽ 50 KB വരെയാണ് സൈസ് വേണ്ടത്. ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും PDF ആയിട്ടുള്ള ഫോർമാറ്റിൽ 50 മുതൽ 300 KB സൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൂക്ഷിച്ച് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എക്സാം ലോഗിൻ അല്ലെങ്കിൽ രജിസ്ട്രേഷന് വേണ്ട ലോഗിൻ പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോവാണ്. ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും വായിച്ചു നോക്കുക. നമ്മൾ കോമൺ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ആദ്യത്തെ വിൻഡോയിൽ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങൾ എങ്ങനെയാണ് അത് അനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. അച്ഛൻ്റെയും ആദ്യം പേഴ്സണൽ പേര് ഡീറ്റെയിൽസുകൾ അത് SSLC സർട്ടിഫിക്കറ്റിൽ എന്താണുള്ളത് ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് SSLC ബുക്കിലുള്ളത് തന്നെയാണ്. പലരുടെയും മാറ്റം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ടുള്ള ആ SSLC ബുക്കിലുള്ള ഡീറ്റെയിൽസ് അതാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ വരുന്നത്. അത് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ കാൻഡിഡേറ്റിൻ്റെ പേര് കാര്യങ്ങളൊക്കെ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മുകളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ അത് ഒരു വട്ടം കൂടി നിങ്ങളിവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എൻട്രി ചെയ്തിടണം. കാരണം അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടോ കാര്യങ്ങളുണ്ടോ, ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ
പാനിക് ആവാതെ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധാരണ ഏതൊരു വിദ്യാർത്ഥിക്കും നിങ്ങൾക്ക് സുഖമായി വീട്ടിലിരുന്നു കൊണ്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അത് കൺഫേം ചെയ്തു നമ്മൾ. അതിന് ശേഷം നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് പ്രസൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയുന്ന 2 തരത്തിൽ ചോദിക്കാറുണ്ട്. കുട്ടികൾ സാധാരണ ചോദിക്കാറുള്ള കാര്യമാണ്. പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ SSLC അഡ്രസ്സുകളിൽ എങ്ങനെയാണോ ഉള്ളത്, നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്, പെർമനൻ്റ് അഡ്രസ്സ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എൻ്റെ പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും എല്ലാം സെയിം ആയതുകൊണ്ട് എനിക്ക് വേറെ മാറ്റങ്ങളൊന്നുമില്ല. സാധാരണ ചിലവർക്ക് SSLC ബുക്കിലെ അഡ്രസ്സ് ആവില്ല പലപ്പോഴും ഇവരുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിന് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നമുക്കത് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ എൻ്റെ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം, കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെലക്ട് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാം. നമ്മുടെ കൺട്രി സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ലോഡ് ചെയ്യാനൊക്കെ സ്വാഭാവികമായിട്ട് അറിയാം, ഓൺലൈൻ ആപ്ലിക്കേഷനാണ്, ചിലപ്പോൾ ചില ഡിലേ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആരും ടെൻഷൻ ആവുമെന്ന് വേണ്ട. അപ്പോൾ അതൊക്കെ സാവധാനത്തിൽ തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ്, അതുപോലെ നിങ്ങളുടെ ജില്ല ഏതാണ്, തൃശ്ശൂരാണ്, അപ്പോൾ തൃശ്ശൂരിന് കൊടുത്തു. പിൻകോഡ് ഏതാച്ചുള്ളത് കൃത്യമായിട്ട് പിൻകോഡ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കമ്പൽസറി ആണ്, OTP വരാനുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് ഇമെയിൽ അഡ്രസ്സൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. അത് കൃത്യമായിട്ട് നോക്കണം, കാരണം അതിലേക്ക് നിങ്ങൾക്ക് OTPയും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. അത് ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അത് കൺഫർമേഷൻ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് കൃത്യമായിട്ട് ഒരു പ്രാവശ്യം കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സാധാരണ കുട്ടികൾ മുകളിൽ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ട്, പക്ഷേ തെറ്റിച്ച് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അതും കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് കൊടുക്കണം, കണക്ട് ചെയ്ത് കൊടുക്കണം. മുകളിലുള്ളത് എല്ലാം കറക്റ്റ്. ആൾട്ടർനേറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ അത് അച്ഛൻ്റെയോ അമ്മയുടെയോ നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ സെയിം തന്നെയാണ്, പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആയതുകൊണ്ട് ഞാനത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു പാസ്വേഡ് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അതിന് അത്യാവശ്യം ലെങ്ത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് ചൂസ് ചെയ്യാം. അതിന് പ്രത്യേകം പറയുന്നുണ്ട്, മസ്റ്റ് ബി 8 to 13 ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത്, ലോങ് വേണം. അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് ആൻഡ് ആൽഫബറ്റിൽ ഉണ്ടായാൽ നല്ലത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അറ്റ്ലീസ്റ്റ് 1 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേര് വെച്ചിട്ട് ഒരു പാസ്വേഡ്, നിങ്ങൾക്ക് ഏത് പാസ്വേഡ് വേണമെങ്കിലും അത് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓർത്തിരിക്കാവുന്ന നിങ്ങളുടെ ഫസ്റ്റ് സ്കൂളിൻ്റെ നെയിം, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫേവറേറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൊടുത്ത് കൃത്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ നമ്മൾ ഒരു കേസ് സെൻസിറ്റീവ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് താഴ്ത്ത് കൊടുത്തിട്ടുള്ള പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുക. അത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ അടിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ കൺഫേം ആയിട്ടുണ്ട്. ഇനി വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് തോന്നുന്നത്. നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. പ്ലീസ് റിവ്യൂ ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് എനി ഇൻഫർമേഷൻ എൻ്റർ യു മേ ഡു സോ ബൈ ദി പ്രസിംഗ് ദ എഡിറ്റ് രജിസ്റ്റർ ഫോം. നമ്മളിത് എന്തെങ്കിലും ഓക്കെ ഇത് കൊടുത്തതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് മാറ്റേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എഡിറ്റ് ചെയ്യാം. ഒപ്പം തന്നെ അതെന്ത് ചെയ്യുക, സബ്മിറ്റ് ആൻഡ് സെൻഡ് ടു OTP. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് കൊടുത്ത് OTP കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, വെരിഫിക്കേഷനും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പേര് ചെക്ക് ചെയ്തു, അതുപോലെ എൻ്റെ ഫാദർ നെയിം, അഡ്രസ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്തു, മദറിൻ്റെ പേര്, മൊബൈൽ നമ്പേഴ്സ് ചെക്ക് ചെയ്തു,
ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഇമെയിൽ ഐ ഡി എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ടു ഒ ടി പി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു ഒ ടി പി വരും. അപ്പോൾ ആ ഒ ടി പി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒ ടി പി അവിടെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതപ്പോൾ കയ്യിലുള്ള നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യുക. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോയി. അപ്പോൾ നമ്മൾ നമ്പർ സേവ് ചെയ്യേണ്ട കാര്യമുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്പർ എന്ത് ചെയ്യുന്നില്ല, സേവ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വരും. ഒരു അപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അത് എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഓൾറെഡി മെസ്സേജ് ആയിട്ട് ഇത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലിക്കേഷൻ പ്രോസസ്സും ഫീ പേയ്മെൻ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ നമ്പർ എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇതിപ്പോൾ തരുമ്പോൾ നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. രജിസ്റ്റർ കോൺടാക്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ പേഴ്സണൽ ഡീറ്റെയിൽ ഇൻകംപ്ലീറ്റ് ആണ്. അതുപോലെ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകംപ്ലീറ്റ് ആണ്. രജിസ്റ്റർ ആപ്പർ ഐ ഡി എന്ന് പറയുന്നത് ഒരു നാഷണൽ ലെവൽ നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ഇറ്റ്സ് എ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഫോർ സ്റ്റുഡൻസ് ഇൻ ഇന്ത്യ എന്നാണ് പറയുക സാധാരണ. അത് നമുക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള രീതിയിൽ ചെയ്യാം. നിങ്ങളുടെ അപ്ലൈ ഫോർ എക്സാം ആൻഡ് സെലക്ട് ടെക്സ്റ്റ് പേപ്പർ ഏതാ വെച്ചാൽ സെലക്ട് പേപ്പർ ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക. അഡീഷണൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ഫൈനൽ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ 10 പ്രോസസ്സാണ് നമുക്ക് മെയിനായിട്ട് CUT UG രജിസ്ട്രേഷനിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ഘട്ടം മാത്രമേ നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ ഓരോ ഘട്ടങ്ങളിലേക്ക് ലെഫ്റ്റ് സൈഡിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകും. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏതാണെന്നുള്ളത് കൊടുക്കാം. പേര് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അമ്മയുടെ നാഷണാലിറ്റി ഇന്ത്യൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കേരള, എന്ന് കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി ജനറലാണ്. ജനറൽ OBC ആണെങ്കിൽ OBC ഏതാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് PWD അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് കാര്യങ്ങളുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്നുള്ള ജനറലി കൊടുക്കുക. അതുപോലെ നിങ്ങളെ ഡയബറ്റിക്സ് ആണോ, അതുപോലെ പ്ലേസ് ഓഫ് റെസിഡൻസ് എവിടെയാണ്, റൂറൽ ആണോ അർബൻ ആണോ എന്നുള്ള രീതിയിൽ അതുണ്ടെങ്കിൽ കൊടുക്കുക. ആനുവൽ ഫാമിലി ഇൻകം അപ് ടു 1 lakh ആണോ, 2 lakh ആണോ, 3 lakh ആണോ, എത്രയാണോ നിങ്ങളുടെ വരുന്ന വരുമാനം എത്രയാണോ അതിന് അനുസരിച്ചിട്ട് നിങ്ങളുടെ വരുമാനം എന്ത് ചെയ്യുക കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. മൈനോറിറ്റി ആണോ അല്ലെങ്കിൽ മെജോറിറ്റി ആണോ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. ആൻഡ് വാർഡ് ഓഫ് ഡിഫൻസ് എക്സ് മിലിറ്ററി മാൻ ആണോ, സർവീസിലുള്ളവരുടെ ആണെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. NCC കോട്ടയിൽ NCC ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അതുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ സ്പോർട്സ് കോട്ടയിലുള്ള കുട്ടികളാണെങ്കിലും അത് കൃത്യമായിട്ട് യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് വീണ്ടും ഒരു കേസ് സെൻസിറ്റീവ്സ് ഉണ്ട്, അവിടെ പോയിട്ട് അത് എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ഓപ്ഷൻ കാണാം, അടുത്തൊരു കോളം വരും. നമ്മൾ യെസ് കൊടുത്ത് അടുത്തതിലേക്ക് നമ്മൾ പോയി. അപ്പോൾ 2 വിൻഡോ ആണ് നമ്മുടെ കഴിഞ്ഞ രജിസ്ട്രേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കഴിഞ്ഞു. ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ അത് സൈറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഡിലേയോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വീണ്ടും കാണിക്കും. വീണ്ടും ക്ലിക്ക് ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുക്കുക. ഒരു വട്ടം കൂടി റീസബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ പോകും. ഐഡൻറ്റിറ്റി ടൈപ്പ് ചെയ്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഐഡൻറ്റിറ്റി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാൻ കാർഡ് ഉണ്ട്, അതുപോലെ ആധാർ കാർഡ്. സാധാരണ സ്റ്റുഡൻസിന് നമുക്ക് ഉണ്ടാവുക ആധാർ കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, വെരിഫിക്കേഷൻ ചെയ്യാം. ഇപ്പോൾ അത് വോട്ടർ ID ഉണ്ടെങ്കിൽ വോട്ടർ ID, പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട് നമ്പർ ആണെങ്കിൽ അത്, ഏത് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഏതാണ് ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നത് ആ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത് വെരിഫൈ ചെയ്യാനായിട്ട് നോക്കുക. അതിലെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണുള്ളത്. നമ്മൾ സ്വാഭാവികമായിട്ടും സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആധാർ കാർഡാണ് ഉണ്ടാവുക. പാൻ കാർഡോ മറ്റേത് കിട്ടേണ്ട പ്രായമായിട്ടുണ്ടാവില്ല. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിലാണ് പാൻ കാർഡും അതുപോലെ തന്നെ വോട്ടർ ID ഒക്കെ ഉണ്ടാവുക. അല്ലാത്തവരെല്ലാവരുടെ കയ്യിലുണ്ടാകാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ആധാർ കാർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആധാർ കാർഡാണ്, ഞാനും ആധാർ കാർഡാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം.
ആധാർ കാർഡ് നമ്പർ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വന്നു. ആധാർ കാർഡിൻ്റെ നമ്പർ എത്രയാണെന്നുള്ള വെച്ചാൽ അത് കൊടുക്കുക കൃത്യമായിട്ട്. ആധാർ കാർഡ് 2 പ്രാവശ്യം കൊടുക്കണം, കൺഫർമേഷനാണ്. അപ്പോൾ അത് കൃത്യമായി കൊടുത്ത് വീണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്, യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഫോർ സ്റ്റുഡൻസ് ഇൻ ഇന്ത്യയിലുള്ളതാണ്. അപ്പോൾ യെസ് ഓർ നോ നമുക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് ഇല്ല എന്ന് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകാം. നമുക്ക് 1 Nation 1 Student ID എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് അത് വരുന്നത്. ഇനി എക്സാം ഏതൊക്കെ പേപ്പറുകളാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുക. ജനറലായിട്ട് ഒരു കുട്ടിക്ക് 5 വിഷയങ്ങളാണ് സാധാരണ രീതിയിൽ എഴുതാൻ പറ്റുക. അപ്പോൾ 5 വിഷയങ്ങളിൽ ഞാൻ ആദ്യം എഴുതാൻ പോകുന്ന പേപ്പർ ലാംഗ്വേജ് ആണ് എടുക്കുന്നത്. ഈ ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് ഡൊമൈൻ എന്ന് പറയും. ഡൊമൈനിൽ നമുക്ക് മിനിമം 2 പേപ്പറോ 3 പേപ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. മിനിമം 2 പേപ്പേഴ്സ്. അത് കഴിഞ്ഞ് ജനറൽ ടെസ്റ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേപ്പർ എടുത്തിട്ടുള്ളത് ഇംഗ്ലീഷാണ്. ഞാൻ ഒരു പേപ്പർ എടുത്തത്. ഞാൻ ഐക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. എക്സാമ്പിളാണ് അത്. ഏത് ഓപ്ഷൻ? അതിൽ നമുക്ക് വേണ്ടത് ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം. കെമിസ്ട്രി ഡൊമൈൻ പേപ്പറാണ്. അതുപോലെ തന്നെ ബയോളജി ഒരു പേപ്പറാണ്. സാധാരണ ഇത് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക്. ഹ്യൂമാനിറ്റീസ് കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അത് ഏതാണോ വേണ്ടത് ഫിസിക്സ്. അപ്പോൾ ഐക്കറിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന 3 വിഷയവും, ഇംഗ്ലീഷ്, പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന പേപ്പർ. മൊത്തം 5 പേപ്പറാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ഏത് വിഷയത്തിനാണോ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്തിട്ട് വേണം ഇത് എന്ത് ചെയ്യാനായിട്ട്, ഈ ടെസ്റ്റ് പേപ്പേഴ്സ് എടുക്കാനായിട്ട്. നിങ്ങൾ എടുക്കുന്ന കോഴ്സിൽ അത് മുമ്പ് തന്നെ നോക്കി വെച്ചിരിക്കണം എല്ലാ വിദ്യാർത്ഥികളും. നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിക്ക് ഏതൊക്കെ ഡൊമൈൻ പേപ്പേഴ്സ് എഴുതണം, ഏതൊക്കെ പേപ്പറുകൾ എഴുതിയാലാണ് നമുക്ക് അവിടെ അഡ്മിഷൻ പ്രോസസ്സിൽ എടുക്കുക. അപ്പോൾ ആ പേപ്പറുകൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്ത പേപ്പേഴ്സ് ഇതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷാണ്. ഇതിൽ നമുക്ക് 13 ഭാഷകളിൽ പരീക്ഷ എഴുതാം, മലയാളം അടക്കം. പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സാം സ്റ്റേറ്റ് നമുക്ക് എവിടെയാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും കേരളയാണ് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ ചെയ്യുന്നത്. എക്സാമിനേഷൻ സിറ്റി തൃശ്ശൂർ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. തൃശ്ശൂരാണ് എക്സാമിനേഷൻ സിറ്റി എടുത്തിട്ടുള്ളത്. എക്സാമിനേഷൻ സിറ്റി രണ്ടാമത് ദിവസം അപ്പോഴും നമ്മൾ കേരള തന്നെയാണ് എടുത്തിട്ടുള്ളത്. സിറ്റി സെക്കൻഡ് ചോയ്സ് ആണ്, നമുക്ക് മാറ്റി കൊടുക്കണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് എക്സാം സിറ്റിയിൽ തൃശ്ശൂർ തന്നെ നമുക്ക് വേറെ ജില്ലകളടുത്തുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മലപ്പുറം കൊടുക്കാൻ വേണമെങ്കിൽ. അടുത്തത് നമുക്ക് 3-4 ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ കേരള തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ അടുത്തുള്ളത് വേറെ സ്ഥലം നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഞാൻ പാലക്കാടാണ് അടുത്തൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ തൃശ്ശൂർ തന്നെ ആണ് ഏതാ വെച്ചാൽ നിങ്ങളുടെ അടുത്ത് കിടക്കുന്നത് ഏത് ജില്ലയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുക്കാം. നമുക്ക് അടുത്തുള്ള സ്ഥലം ഏതാണോ മൂവാറ്റുപുഴ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ ജോലി എന്തൊക്കെയാണ്, പ്രൈവറ്റ് ജോലിയാണോ പബ്ലിക് ജോലിയാണോ, ഇതിലേത് ജോലിയാണോ നിങ്ങളുടെ പാരൻസ് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫാദറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്, കാരണം ഇതൊരു സർവേയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ രീതിയിൽ നിങ്ങൾ ഏത് സർവീസാണ് ഏത് മേഖലയാണ് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യം കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ കൊടുത്തത് ജനറലായിട്ട് എലക്ട് എക്സാമിനേഷൻ ഏതാണെന്നുള്ളതാണ്. CUT UG ആണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെ ടെസ്റ്റ് പേപ്പേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഏത് പേപ്പറാണ് എഴുതുന്നതെങ്കിൽ ആ പേപ്പറുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേപ്പറുകൾ എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ കൊടുത്തു. ഇംഗ്ലീഷ് ആൻഡ് എക്സാം സ്റ്റേറ്റ് സിറ്റി ഏതാണ് വേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത് ഇത് വെരിഫൈ ചെയ്യുക. അത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം കൂടി എന്ത് ചെയ്യാം, അത് റീസെറ്റ് ചെയ്തെടുക്കാം ക്ലിയർ ആവുന്ന പോലെ. യെസ്. അത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ആൻഡ് സെലക്ട് ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങൾ പാസ്സായിട്ടുള്ളത് എന്താണ്, 10th ഇക്വാലൻ്റ് 10th ബോർഡ് മാർക്ക് ഷീറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. 10th നമ്മൾ ക്വാളിഫൈഡ് ആണ്.
ഇയർ ഓഫ് പാസിങ് ഏത് വർഷമാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് എഴുതുന്നുണ്ടാവുക. ഡിഗ്രിക്ക് പഠിക്കുന്നവരായാലും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഏത് പ്രായത്തിലുള്ളവർക്കും പരീക്ഷ എഴുതാനൊക്കെ പറ്റും. സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് പ്രായത്തിലാണ് എഴുതി. ഇപ്പോൾ 2025 ഈ വർഷം. അപ്പോൾ 10th പാസ്സായിട്ടുണ്ടാവുക 2023, 2024, 2025. അപ്പോൾ 2023 സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഒരു പ്രായം എന്ന് പറയുന്നത് 2023 സാധാരണ വരിക. ക്വാളിഫയിങ് എക്സാം 10th ആണ് നമ്മൾ പാസ്സായിട്ടുള്ളത്. നിങ്ങളുടെ സ്കൂള് റൂറൽ ആണോ അർബൻ ആണോ എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. ടൈപ്പ് ഓഫ് സ്കൂൾ ഗവൺമെൻറ് സ്കൂളാണോ പ്രൈവറ്റ് സ്കൂളാണോ ഏത് തരത്തിലുള്ള സ്കൂളാണെങ്കിൽ അത് കൊടുക്കുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, നിങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നാണ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. എക്സാം ഡിസ്ട്രിക്ട് ഏതാ വെച്ചാൽ അത് കൊടുക്കുക. തൃശ്ശൂരാണ്. സ്കൂൾ ഏത് തരത്തിലുള്ള എക്സാമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ് നിങ്ങൾ, അല്ലെങ്കിൽ ജനറൽ എഡ്യൂക്കേഷനാണ് നിങ്ങൾ, ഏത് എഡ്യൂക്കേഷനാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളതെങ്കിൽ CBC ആണെങ്കിൽ CBC, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് എക്സാമാണ്. ഇതിൽ പല സംസ്ഥാനത്തെ ബോർഡ് എക്സാമുകളുടെ കാര്യങ്ങൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കേരള എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കേരള സർക്കാരിൻ്റെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷനാണ് 10th ലെവൽ വരുന്നത്. CBC ആണെങ്കിൽ അത് പെർസെൻറ്റേജ് ആണ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഗ്രേഡാണ് കാര്യങ്ങളുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എത്രയാണെങ്കിൽ അത് കൊടുക്കുക. SSLC പരീക്ഷയുടെ നമുക്ക് റിസൾട്ട് മോഡ് SSLC പരീക്ഷയുടെ രജിസ്ട്രേഷൻ നമ്പറാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ടോട്ടൽ മാർക്ക് എത്രയിലാണ് വരിക എന്നുള്ളത്, അതായത് എത്ര മാർക്കിൻ്റെ എക്സാമാണ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണത് ടോട്ടൽ പരീക്ഷ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഓരോരുത്തരും എത്ര വിഷയങ്ങളുണ്ട് അതിൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണ്, ആ ടോട്ടൽ മാർക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ SSLC പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷ്, സോഷ്യൽ, അതുപോലെ മാത്സ് വിഷയങ്ങളെല്ലാം 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. ബാക്കി വരുന്ന ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, മലയാളം, സംസ്കൃതം ഓർ സെക്കൻഡ് ലാംഗ്വേജ് ഏതാ വെച്ചാൽ അത്, അതുപോലെ തന്നെ ഹിന്ദി ലാംഗ്വേജ് എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം 600 പരീക്ഷ അടക്കുക. IT 650 ഉണ്ടാവും. ഇപ്പോൾ മൊത്തം എത്ര പേപ്പർ ഉണ്ടെന്നുള്ളത് നോക്കുക. ഇപ്പോൾ SSLCക്ക് ആണെങ്കിൽ 10 പേപ്പറാണ് നമുക്ക് വരിക. 3 പേപ്പർ 100 മാർക്കിലും ബാക്കിയുള്ള 7 പേപ്പർ 50 മാർക്കിലാണ് വരിക. അപ്പോൾ മൊത്തം 650 മാർക്കിലാണ് ടോട്ടൽ വരിക. നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് കിട്ടും, നിങ്ങൾക്ക് ടോട്ടൽ എത്രയാണ് നിങ്ങളുടെ മാർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒബ്റ്റെയിൻഡ് മാർക്ക് എത്രയാണ്, അത് എത്ര പെർസെൻറ്റേജ് ആണെങ്കിൽ അതനുസരിച്ച് വരും. റോൾ നമ്പേഴ്സ് എന്ത് ചെയ്യുക, റോൾ നമ്പേഴ്സ് കൃത്യമായിട്ട് നിങ്ങളുടെ റോൾ നമ്പർ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. SSLC ബുക്കിൽ നിങ്ങളുടെ ഉണ്ടായിരിക്കും. ആ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണോ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്കൂൾ കോളേജിൻ്റെ അഡ്രസ്സ്, സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്കൂളിൻ്റെ പിൻകോഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് 10th ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞു. 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ 12th, ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ 12th ഇപ്പോൾ നിങ്ങൾ അപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാസ്സായിട്ടുള്ള റിസൾട്ട് വന്നിട്ടില്ല. പാസ്സായിട്ടുള്ളവരാണെങ്കിൽ പാസ്സായ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പയറിങ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ആൻഡ് ഏത് വർഷമാണ് 2025 നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്വാളിഫൈ ചെയ്ത് പോകാൻ പോകുന്നത്. പ്ലസ് 2 പഠിക്കുന്ന ഇപ്പോഴത്തെ ഒരു കുട്ടി ക്വാളിഫയിങ് എക്സാം 12th ആണ്. ഹയർ സെക്കൻഡറി ഈ പ്രോഗ്രാമാണ്, 3 years കോഴ്സ് അല്ല, 12th എക്സാമാണ് നമ്മൾ പാസ്സാവുന്നത്. പ്ലേസ് ഓഫ് റൂറൽ ആണോ അർബൻ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിൽ ഇരിക്കുന്നത് റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ഓഫ് സ്കൂൾ ഗവൺമെൻറ് സ്കൂളാണോ എയ്ഡഡ് സ്കൂളാണെങ്കിൽ ആ സ്കൂൾ ഏതാണെന്നുള്ളതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. അതുപോലെ ക്വാളിഫയിങ് സ്റ്റേറ്റ് കേരളയാണ് നമുക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികളാണെങ്കിൽ കേരളത്തിലെയാണ് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണോ ഉള്ളത് അത് കൃത്യമായിട്ട് കൊടുക്കുക. എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക. സ്കൂള്
ഇതിൽ കാണാൻ നിങ്ങൾക്ക് കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് വരിക. റിസൾട്ട് കാര്യങ്ങളൊന്നും വരില്ല, ബിക്കോസ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്, നിങ്ങളുടെ റിസൾട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ +2 പരീക്ഷ എഴുതിയിരിക്കുകയാണ്, സ്കൂളിൻ്റെ പേര് നിങ്ങൾ എവിടെയാണോ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് എങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് വെരിഫൈ ചെയ്യുക നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ്. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പോവാണ്. പിന്നീട് രജിസ്റ്റർ അഡീഷണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, RU ട്വിൻസ്, നിങ്ങൾ ട്വിൻസ് ഒക്കെ ആണെങ്കിൽ, നിങ്ങൾ CUT UG അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആണെങ്കിൽ യെസ് കൊടുക്കുക, അതല്ലെങ്കിൽ നോ കൊടുക്കുക. നിങ്ങളുടെ മാച്ച് ആയിട്ടില്ലെങ്കിൽ ഒരു വട്ടം കൂടി കൊടുക്കുക. ഓക്കെ, രജിസ്റ്റർ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇത് നിങ്ങളുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ഇന്ത്യയാണ്, അവിടുത്തെ മൊബൈൽ നമ്പർ ഏതാണുള്ളതെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റെ നമ്പർ, നമ്പേഴ്സ് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ ഇമെയിൽ അഡ്രസ്സും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക. കൃത്യമായിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. വെരിഫിക്കേഷൻ ചെയ്യാം. ഒരു OTP നിങ്ങൾക്ക് കിട്ടും. ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ഓൾറെഡി കൊടുത്ത ഇമെയിൽ അഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഇമെയിൽ അഡ്രസ്സ് എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കണം. നമ്മൾ ആദ്യം കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് പറ്റില്ല. അപ്പോൾ മാറ്റി ഒരു ഇമെയിൽ ID കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ കൊടുക്കേണ്ടതെല്ലാം പുതിയതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ, OTP വരും. നിങ്ങൾക്ക് OTP വെരിഫിക്കേഷൻ മൊബൈൽ നമ്പറിലേക്ക് ആദ്യം OTP വരും. അതുപോലെ തന്നെ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് ഒരു OTP കിട്ടും. അപ്പോൾ OTP വരുന്നത് നോക്കുക. OTP വന്നു കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ 7 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമെയിലിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. അതും ക്രോസ് ചെക്ക് ചെയ്യുക. ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, OTP വെരിഫിക്കേഷനാണ്, കൃത്യമായി കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇത് അപ്ലോഡ് യുവർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനാണ് വരിക. അപ്പോൾ നമ്മൾ ഇതുവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചെയ്തു, പേഴ്സണൽ ഡീറ്റെയിൽസ് ചെയ്തു, രജിസ്റ്റേർഡ് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ചെയ്തു, എക്സാമുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് പേപ്പർ ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ കൊടുത്തു, രജിസ്റ്റർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു, രജിസ്റ്റർ അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുത്തു, എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫോട്ടോ, അതിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് മിനിമം 10 KB to 200 KB ആണ് ഫോട്ടോയുടെ സൈസ് വേണ്ടത്. അതുപോലെ തന്നെ ഫയൽ നെയിം വരുന്നത് നിങ്ങളുടെ പേര്, അത് കഴിഞ്ഞ് ഫോട്ടോ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേര് കാര്യങ്ങൾ ഡോക്യുമെൻറ്റ് സ്പെഷ്യലൈസേഷൻ വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മളുടെ പേര് കഴിച്ച് ഒരു ഹൈഫണാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത് പേരിൻ്റെ അവിടെ. ഫോട്ടോയുടെ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ എന്നുള്ള സൈസാണ് വേണ്ടത്. ഫോട്ടോ JPG ഫോർമാറ്റാണ് നമുക്ക് വേണ്ടത്. ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിഗ്നേച്ചറും എന്ത് ചെയ്യണം, സിഗ്നേച്ചറിൻ്റെയും റീനെയിം ചെയ്യണം നമുക്ക്.
JPG ഫോർമാറ്റാണ് വേണ്ടത്. ഫോട്ടോ ചൂസ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യുക ഫോട്ടോസ് അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഫയൽ നെയിം ഷുഡ് ബി ഫോട്ടോ JPG ആണ് വേണ്ടത്, അല്ലെങ്കിൽ JPEG ആണ് ഫോട്ടോസ് വേണ്ടത്. ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ വേണ്ടത്. ചേഞ്ച് ഫയൽ നെയിം ആൻഡ് അപ്ലോഡ് ന്യൂ വൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഫയൽ നെയിം ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് രണ്ടും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് സിഗ്നേച്ചറിൻ്റെയും വരിക. നമ്മൾ സിഗ്നേച്ചർ .JPG ഓർ JPEG ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഫോട്ടോസ് രണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്തത് ക്ലിക്ക് ഹിയർ ടു വ്യൂ ദി അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാം. നമ്മൾ വീണ്ടും സെൻസിറ്റീവ് എന്ത് അടിച്ചു കൊടുത്ത് നമ്മൾ അടുത്ത വിൻഡോയിലേക്ക്, പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതുവരെ കൊടുത്ത അപ്ലിക്കേഷൻ ഫുള്ള് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ പേര്, ഡീറ്റെയിൽസ്, നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ആധാർ നമ്പർ, നിങ്ങൾ ഏതൊക്കെ പേപ്പറുകളാണ് എക്സാമിനേഷന് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ പേപ്പറുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. എവിടേക്കാണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ പ്രസൻറ്റ് അഡ്രസ്സ് ആൻഡ് പെർമനൻറ്റ് അഡ്രസ്സുകൾ കാര്യങ്ങൾ കൊടുക്കുക. ഫോട്ടോസ്, സിഗ്നേച്ചർ കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്യാണ്, വെരിഫൈ ചെയ്യുക. നമ്മുടെ പേര്, ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യാനായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ്രി കൊടുത്ത് ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകാൻ പോകുന്നത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലേക്കാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകണേ. ഒപ്പം തന്നെ പേയ്മെൻറ്റ് എങ്ങനെയാണ്, എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടെങ്കിൽ യുവർ ഇമെയിൽ ID ബി വെരിഫൈ ഇമെയിൽ ID ആദ്യം വെരിഫൈ ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് ടോട്ടൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 1800 രൂപയാണ് എനിക്ക് ടോട്ടലായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇമെയിൽ ID ആദ്യം വെരിഫൈ ചെയ്തു. എൻ്റെ ഇമെയിൽ IDക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുകയാണ്. അത് കൃത്യമായിട്ട് നോക്കി OTP ആണെങ്കിൽ OTP കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൽ IDക്ക് ഒരു OTP വരും. എല്ലാവരും ഇമെയിൽ ID എടുത്തിട്ട് വന്നിട്ടുണ്ടോ, കൃത്യമായിട്ട് OTP ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യാം. OTP വന്നിട്ടുണ്ട്. അപ്പോൾ ആ OTP നമ്പർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആൻഡ് വെരിഫൈ. ഓക്കെ, നമ്മുടെ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേയ്മെൻറ്റിലേക്കാണ് പോകേണ്ടത്. പേയ്മെൻറ്റിൽ ഇപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പകരം പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് പറയാം. പേയ്മെൻറ്റിൽ പോയാൽ ഓൺലൈൻ പേയ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്തു നിങ്ങൾ അടുത്തൊരു വിൻഡോയിലേക്ക് പേയ്മെൻറ്റിന് പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഏത് തരത്തിലുള്ള സെലക്ട് പേയ്മെൻറ്റ് പ്രൊവൈഡേഴ്സ് ഏതാണോ, ഏത് പേയ്മെൻറ്റ് വേണമെങ്കിൽ എടുക്കാം. PaySP ഏതാണെങ്കിലും എടുത്തു. അടുത്ത ഒരു ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരും. ഈ പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ, ഇപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടോ Paytm ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാവുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആയി വരിക. എല്ലാം കഴിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റ് ഉറപ്പാക്കണം, പേയ്മെൻറ്റ് കൃത്യമായി വന്നു എന്നുള്ളത്. അത് കൃത്യമായിട്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം SBIയുടെ ചെയ്തിട്ട് ശരിയായില്ല. അത് കഴിഞ്ഞ് HDFCയുടെ ഓപ്ഷൻസ് ചെയ്തു. നമ്മൾ സാധാരണ രീതിയിൽ സ്വാഭാവികമായിട്ട് സൈറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് HDFCയുടെ പേയ്മെൻറ്റിൽ വരും. ഇതിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെത്തേഡിൽ HDFCയുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇനി UPI ID വഴിയാണെങ്കിൽ അത്ര രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്കൊരു ഫൈനൽ പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ട് എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കണം. ഞാനിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിലേക്ക് പോകാത്തത്. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റേജിൽ നിങ്ങൾ ഏത് ഓപ്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്ത് ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ പേടിഎമ്മോ ഏതിനടുത്തുള്ള UPI ID വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് പേയ്മെൻറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കുക. നിങ്ങളുടെ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൃത്യമായിട്ട് അറിയിക്കും. ഒപ്പം തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ കീപ്പ് ചെയ്യുക. നന്നായിട്ടിരുന്ന് പഠിക്കുക. ഈ യൂണിവേഴ്സിറ്റി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരും, ഈ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചു തരും. അപ്ഡേറ്റ്സുകൾ കാര്യങ്ങൾ കുറച്ചധികം മാറ്റത്തോട് കൂടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഈ പ്രാവശ്യം എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭംഗിയായിട്ട് പഠിക്കുക. നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തെ നമുക്ക് നോക്കാം. എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങളും ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. CUET UG രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. CUETയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അവസാന ദിവസത്തേക്ക് എന്തായാലും രജിസ്ട്രേഷൻ മാറ്റി വെക്കേണ്ട, ഇന്ന് തന്നെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്.